ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് COAയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1-ൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് 5 മെയിൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് അക്സെപ്റ്റ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. അത് നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, അതിനെല്ലാം നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. മെമ്മറി യൂണിറ്റ് സ്റ്റോർസ് പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി യൂണിറ്റിലാണ്. അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. പ്രൈമറി മെമ്മറിയാണ് നമ്മൾ റാം എന്ന് പറയുന്നത്. ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ലോജിക്കൽ കമ്പാരിസൺസ് ഇതെല്ലാം നടത്തുന്നത് നമ്മുടെ ALU യൂണിറ്റിലായിരിക്കും. ഔട്ട്പുട്ട് യൂണിറ്റ്, നമ്മൾ ഈ ALUവിൽ ചെയ്ത ഓപ്പറേഷൻ്റെ റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത് ഔട്ട്പുട്ട് യൂണിറ്റിൽ കൂടെ ആയിരിക്കും. അതായത് ഇറ്റ് ഡിസ്പ്ലേസ് പ്രോസസ്ഡ് റിസൾട്ട്സ് ടു ദി യൂസർ. അതിന് എക്സാമ്പിളാണ് മോണിറ്റർ അല്ലെങ്കിൽ പ്രിൻ്റർ. ഇനി കൺട്രോൾ യൂണിറ്റ് ആക്ട് ആസ് ദ നെർവ് കോർണർ കോർഡിനേറ്റിംഗ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ആൻഡ് എക്സിക്യൂഷൻ സ്റ്റെപ്സ് അക്രോസ് ഓൾ യൂണിറ്റ്സ്. എല്ലാ യൂണിറ്റിലെയും എക്സിക്യൂഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബിഗ് എൻഡിയൻ ആൻഡ് ലിറ്റിൽ എൻഡിയൻ ബൈറ്റ് ഓർഡറിംഗ്. Endianness refers to how multi-byte data is stored in memory addresses. അപ്പം ബിഗ് എൻഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്, അതായത് നമുക്ക് തന്നേക്കുന്ന ആ അഡ്രസ്സിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ആയിരിക്കും ലോവസ്റ്റ് അഡ്രസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ മോട്ടറോള പ്രോസസ്സേഴ്സിലൊക്കെയാണ് നമ്മൾ ബിഗ് എൻഡിയൻ യൂസ് ചെയ്യുന്നത്. ഇനി ലിറ്റിൽ എൻഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് എൻഡിയൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. Least significant byte is stored at the lowest address. It is used in Intel x86 and most modern systems. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഫോർ ദ വാല്യൂ 0 into 1 2 3 4. ഇതിലെ ബിഗ് എൻഡിയൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1 2 എന്ന് പറയുന്ന അഡ്രസ്സ് ആയിരിക്കും N. ലിറ്റിൽ എൻഡിയൻ സ്റ്റോർ ചെയ്യുന്നത് 3 4 അഡ്രസ്സിലായിരിക്കും. N എന്ന് പറയുന്ന അഡ്രസ്സിലായിരിക്കും 3 4 സ്റ്റോർ ചെയ്യുന്നത്. CISC versus RISC and assembly. Compares RISC and CISC architecture. RISC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റും CISC കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റുമാണ്. ഇൻസ്ട്രക്ഷൻ സൈസ്, RISC-ൽ ഇൻസ്ട്രക്ഷൻ സൈസ് ഫിക്സ്ഡ് ആയിരിക്കും. CISC-ൽ വേരിയബിൾ ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. സൈക്കിൾ എന്ന് പറഞ്ഞാൽ RISC-ൽ സിംഗിൾ എക്സിക്യൂഷൻ സൈക്കിൾ ആയിരിക്കും, CISC-ൽ മൾട്ടി സൈക്കിൾ എക്സിക്യൂഷൻ ആയിരിക്കും. മെമ്മറി ആക്സസ് ലോഡ് ഓർ സ്റ്റോർ ആയിരിക്കും, CISC-ൽ ഡയറക്റ്റ് മെമ്മറി ഓപ്പറേഷൻ ആയിരിക്കും. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ആയിരിക്കും RISC-ൽ ഉണ്ടാകുന്നത്, CISC-ൽ ഫ്യൂ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. ഇനി എന്താണ് അസംബ്ലർ ഡയറക്റ്റീവ്സ്? ഗീവ് എക്സാമ്പിൾ. ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് അസംബ്ലർ സോഫ്റ്റ്വെയറിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് CPU-ന് കൊടുക്കുന്നതല്ല, അസംബ്ലർ സോഫ്റ്റ്വെയറിന് കൊടുക്കുന്ന ഡയറക്റ്റീവ്സിനെയാണ് അസംബ്ലർ സോഫ്റ്റ്വെയറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഡയറക്റ്റീവ്സ്. ദ ഡു നോട്ട് ജനറേറ്റ് മെഷീൻ കോഡ് ബട്ട് മാനേജസ് ദ അസംബ്ലി പ്രോസസ്. .org എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ മെമ്മറി നമ്മൾ റെഫർ ചെയ്യുന്നത്. EQU എന്ന് പറയുന്നത് ഇറ്റ് അസൈൻസ് എ സിംബോളിക് നെയിം ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ. കോൺസ്റ്റൻറ്റ് വാല്യൂവിന് ഒരു സിംബോളിക് നെയിം ആയിരിക്കും EQU അസൈൻ ചെയ്യുന്നത്. ഡേറ്റ റിസർവ് സ്പേസ് ഫോർ ഡേറ്റ വേരിയബിൾസ്. എൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെല്ലാം ഫ്രണ്ടിൽ ഒരു ഡോട്ട് ഉണ്ട്. .end informs the assembler that the source file is finished. Describe the instruction execution cycle. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. The process by which the CPU executes a single instruction involves 4 main phases. ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെയിൻ ഫേസസ് ഉണ്ട്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. ഫെച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിട്രൈവ്സ് ദി ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി യൂസിങ് ദ അഡ്രസ് ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ്സ് യൂസ് ചെയ്ത് നമ്മൾ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ റിട്രീവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെച്ചിങ് എന്ന് പറയുന്നത്. ഡീകോഡ് എന്ന് പറഞ്ഞാൽ ദ കൺട്രോൾ യൂണിറ്റ് ഇന്റർപ്രറ്റ്സ് ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഐഡൻറ്റിഫൈസ് നെസസറി ഓപ്പറാൻഡ്സ്. എക്സിക്യൂട്ട് ദ ALU പെർഫോംസ് ദ സ്പെസിഫൈഡ് ഓപ്പറേഷൻ. നമുക്ക് എന്ത് ഓപ്പറേഷനാണോ എക്സിക്യൂഷനിൽ നടത്തേണ്ടത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എക്സിക്യൂട്ട്. റൈറ്റ് ബാക്ക്
ദ റിസൾട്ട് ഈസ് സേവ്ഡ് ഇൻ ടു എ രജിസ്റ്റർ ഓർ എ മെമ്മറി ലൊക്കേഷൻ. നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ നമ്മളൊരു മെമ്മറി ലൊക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിലേക്കോ സ്റ്റോർ ചെയ്യുന്നതിനാണ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ കോൾസ് ഇൻ അസംബ്ലി. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കറണ്ട് അഡ്രസ്സ് ആദ്യമേ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം കൗണ്ടർ ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എക്സിക്യൂഷൻ, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ പോപ്സ് ദ അഡ്രസ് ഫ്രം ദ സ്റ്റാക്ക് ബാക്ക് ഇൻ ടു ദ PC ടു റെസ്യൂം ദ മെയിൻ പ്രോഗ്രാം. എക്സിക്യൂഷന് ശേഷം മെയിൻ പ്രോഗ്രാം റെസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഇൻസ്ട്രക്ഷനെ PCയിലേക്ക് റെസ്യൂം ചെയ്യും. അതാണ് ഫംഗ്ഷൻ കോൾ ഇൻ അസംബ്ലിയുടെ കോൺസെപ്റ്റ്. മെഷീൻ ലാംഗ്വേജ് ആൻഡ് സ്റ്റോർഡ് പ്രോഗ്രാം. വാട്ട് ഈസ് ദ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്? സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് വോൺ ന്യൂമാൻ ആണ്. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം ഫിസിക്കൽ മെമ്മറി. CPU ട്രീറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ആസ് ബൈനറി ഡേറ്റ അൻറ്റിൽ ദേ ആർ ഫെച്ച്ഡ് ഓർ എക്സിക്യൂഷൻ. ഫെച്ച് അല്ലെങ്കിൽ എക്സിക്യൂഷൻ വരെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഡേറ്റയെ ബൈനറി ഡേറ്റ ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. This allows for programs to be easily modified and enable the use of high-level compilers. Last question. Define common addressing modes with example. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കാനുണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഇൻഡെക്സ്ഡ് മോഡ്, പിന്നെ ഡയറക്റ്റ് മോഡുണ്ട്, ഇൻഡയറക്റ്റ് മോഡുണ്ട്, റിലേറ്റീവ് മോഡുണ്ട്, അഡീഷണൽ മോഡും ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് 4 കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാനെല്ലാം പറയാം. ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അതായത് ഓപ്പറാൻഡ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് വാല്യൂ. അത് എക്സ്പ്ലിസിറ്റ്ലി ഇൻസ്ട്രക്ഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുകയായിരിക്കും ഇമ്മീഡിയറ്റിൽ. അതിന് ഒരു ഈ എക്സാമ്പിൾ എല്ലാത്തിനും പഠിച്ചു വെക്കണം. ഈ എക്സാമ്പിളാണ് ഇമ്മീഡിയറ്റിൻ്റെ എക്സാമ്പിളാണ് ഈ ഹാഷ് വരുന്നതായിരിക്കും നമ്മൾ ഇമ്മീഡിയറ്റിന് കൊടുക്കുന്ന എക്സാമ്പിൾ. അതായത് ഈ ഹാഷിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ ഈ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻസ്ട്രക്ഷൻ കണ്ടെയ്ൻസ് ദ മെമ്മറി അഡ്രസ് ഓഫ് ദ ഡേറ്റ. അതായത് ഓപ്പറാൻഡ് മെമ്മറി ലൊക്കേഷനിൽ ആയിരിക്കും. അതിനാണ് നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഡേറ്റ ഈസ് ഇൻ എ CPU രജിസ്റ്റർ. CPUവിൻ്റെ രജിസ്റ്ററിൽ ഇരിക്കുന്നതിനാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് മൂവ് R1, R2. ഇപ്പം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് A, R2. അത് ഡയറക്റ്റ് മോഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. A register contains the address of the memory location where data resides. Either the register or memory location specified in the instruction contains the memory address of the operand. ഇൻസ്ട്രക്ഷനിലുള്ള രജിസ്റ്ററിന് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷന് മെമ്മറി അഡ്രസ്സിൽ ഓഫ് ദ ഓപ്പറാൻഡിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതായത് രജിസ്റ്റർ ആ രജിസ്റ്ററിൽ തന്നെ മെമ്മറി ലൊക്കേഷൻ ഡേറ്റ എവിടെ റിസൈഡ് ചെയ്യുന്നതെന്നുള്ള അഡ്രസ്സ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ് അല്ലെങ്കിൽ ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ് എന്ന് പറയുന്നതുണ്ട്. അതായത് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ദ കോണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ഓപ്പറാൻഡ് ആക്സസ് ചെയ്തതിന് ശേഷം ദ കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റർ ആർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ്. നമ്മളൊരു ഓപ്പറാൻഡിനെ ആക്സസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോണ്ടന്റ് ഓഫ് ദ രജിസ്റ്ററിനെ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ബൈ അതായത് 1, 2, 3 അങ്ങനെ ഇൻക്രിമെൻ്റ് ആവുന്നത്, ആക്സസ് ചെയ്തതിന് ശേഷം ഇൻക്രിമെൻ്റ് ആവുന്നതാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ്. അത് നമ്മൾ RI+ എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. RI അതൊരു ബ്രാക്കറ്റിലായിരിക്കും പ്ലസ്. ഇനി ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡുണ്ട്. ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷനെ ആദ്യം നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യും, അതിന് ശേഷമായിരിക്കും ഓപ്പറാൻഡിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ RI+ ആണ് ഓട്ടോ ഇൻക്രിമെൻറ്റിന് വരുന്നതെങ്കിൽ അവിടെ ആദ്യമേ ആക്സസ് ചെയ്തിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്നതുകൊണ്ട് ആദ്യമേ നമ്മൾ മൈനസ് ആയിരിക്കും ഇടുന്നത്. ഓക്കെ, താങ്ക് യു.